ഹായ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ 1ാം പാഠമായ ഷേപ്സ് ഇൻ ദ കിച്ചൻ്റെ ആദ്യ ഭാഗമാണ് നോക്കിയത്. നമുക്ക് അടുത്തത് നോക്കാം. അറ്റ് ദ ബേക്കറി ആഫ്റ്റർ പ്ലേയിങ് ദേ വെൻറ്റ് ടു ദെയർ ഫാദേഴ്സ് ബേക്കറി സീ ഹൗ ദ തിങ്സ് ആർ അറേഞ്ച്ഡ്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവരവരുടെ അച്ഛൻ്റെ ബേക്കറിയിലേക്ക് വന്നു. നോക്കിയേ, അവിടുത്തെ സാധനങ്ങൾ എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നതെന്ന്. ഹൗ മെനി ആർ ഓഫ് ദീസ് ഷേപ്പ്, ഒരു റെക്റ്റാങ്കുലാർ പ്രിസം ഷേപ്പ് തന്നിട്ട് ആ ഷേപ്പിൽ എത്ര എണ്ണമാണ് തന്നിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് റെക്റ്റാങ്കുലാർ ഷേപ്പ് വരുന്നത്. 1 2 3 4 5 6 7 8 റെക്റ്റാങ്കുലാർ പ്രിസം ഷേപ്പിലുള്ളത് 8. നെക്സ്റ്റ്, ഹൗ മെനി ആർ ഓഫ് ദീസ് ഷേപ്പ്, ഒരു സിലിണ്ടർ ഷേപ്പിൽ തന്നിട്ട് ഇത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9. ഇത് 9. സീ ദ സ്റ്റാക്ക് ഓഫ് ഡംപ്ലിങ്സ്, ഡംപ്ലിങ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 ഡംപ്ലിങ്സ്. ഡ്രോ 5 മോർ ഇൻ ദീസ് പിക്ചർ, നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഈ പിക്ചറിൽ 5 എണ്ണം കൂടി വരച്ച് ചേർക്കാനാണ്. 1 2 3 4 5. ഹൗ മെനി ഡംപ്ലിങ്സ് നൗ, ഇപ്പോഴെത്ര ഡംപ്ലിങ്സ് ആണുള്ളത് നമുക്കറിയാം. ഇവിടെ 10 ഉണ്ട്. 10ൻ്റെ കൂടി ഈ 5 എണ്ണം കൂടെ കൂട്ടിയാൽ 15. 15 ഡംപ്ലിങ്സ്. ഹൗ മെനി കേക്ക്സ് ആർ ദെയർ ഇൻ ദ ഷെൽഫ്, ഷെൽഫിൽ എത്ര കേക്കുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 കേക്ക്സ്. ഹൗ മെനി മോർ കേക്ക്സ് ആർ നീഡഡ് ടു ഹാവ് ദ സെയിം നമ്പർ ഓഫ് കേക്ക്സ് ആൻഡ് ഡംപ്ലിങ്സ്, ഡംപ്ലിങ്സിൻ്റെ അത്രയും എണ്ണമാകാനായിട്ട് ഇനി എത്ര കേക്കുകൾ കൂടി വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡംപ്ലിങ്സ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കേക്കുകൾ കൂടിയാണ് ഇനി വേണ്ടത്. നമുക്ക് കേക്കുകൾ ഇപ്പോഴിവിടെ 12 എണ്ണമാണുള്ളത്. അതിൻ്റെ കൂടെ 3 എണ്ണം കൂടെ ചേർന്നാലാണ് 15 എന്ന് കിട്ടുന്നത് അല്ലേ. 15. 12 + 3 15. അപ്പോൾ 3. സി ദ പിക്ചേഴ്സ് നമിത ആൻഡ് നിഹാര ഹൗ ഡ്രോൺ യൂസിങ് ഡിഫറെൻറ്റ് ഷേപ്സ്. അവിടെ നിഹാരയും നമിത്തും കൂടി വരച്ചിരിക്കുന്ന അതും ഡിഫറെൻറ്റ് ഷേപ്സ്. ഇതിൽ റെക്റ്റാങ്കിളുണ്ട്, സർക്കിളുണ്ട്, ട്രയാങ്കിളുണ്ട്. റെക്റ്റാങ്കിൾ ഷേപ്പും സർക്കിളും ട്രയാങ്കിളും എല്ലാം ഉപയോഗിച്ച് നമിത്തും നിഹാരയും കൂടി വരച്ചിരിക്കുന്ന പിക്ചേഴ്സാണ് താഴെ നിങ്ങൾ കാണുന്നത്. ഗിവ് ദ സെയിം കളർ ടു സിമിലർ ഷേപ്പ് ആൻഡ് മേക്ക് ദം മോർ ബ്യൂട്ടിഫുൾ. ഇതിൽ നിങ്ങളോട് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓരോ ഷേപ്പിനും ഒരേ കളർ വേണം കൊടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ഗ്രീനാണ് സർക്കിളിന് കൊടുക്കുന്നതെങ്കിൽ ഇതിലെ എല്ലാ സർക്കിളിനും ഏത് നിറം വേണം കൊടുക്കാൻ? നിങ്ങൾ ഗ്രീൻ തന്നെ വേണം കൊടുക്കാൻ. അതേപോലെ ട്രയാങ്കിളിന് കൊടുക്കുന്നത് ഒരേ നിറം കൊടുക്കുക, റെക്റ്റാങ്കിളിനും ഒരേ നിറം തന്നെ കൊടുക്കുക. അങ്ങനെ ആ പിക്ചർ മനോഹരമാക്കാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അടുത്ത് നോക്കിയേ, ഷേപ്സ് ബൈ ജോയിനിങ് ഡോട്ട്സ്. ഡോട്ട്സ് കൂട്ടിച്ചേർത്ത് ഷേപ്പുകൾ ഉണ്ടാക്കാനാണ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ് ടു മേക്ക് ഈച്ച് ഷേപ്പ്, റൈറ്റ് ദ നമ്പർ. ഇവിടെ ഡോട്ടുകളെ യോജിപ്പിച്ചിട്ട് കുറച്ച് ഷേപ്സ് വരച്ചിട്ടുണ്ട്. അത് ഓരോന്നും എത്ര എണ്ണമാണെന്ന് എണ്ണി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ നോക്കിയേ, നമ്മളോട് പറഞ്ഞേക്കുന്നത് റെക്റ്റാങ്കിളിൽ എത്ര ഡോട്ടുകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്നാണ്. അത് എണ്ണി നോക്കിയാൽ അറിയാം. 1 2 3 4 5 6 7 8 9 10 ഡോട്ട്സ്. 10. നെക്സ്റ്റ്, അടുത്തത് നോക്കിയേ, ട്രയാങ്കിൾ എത്ര ഡോട്ട്സ് യോജിപ്പിച്ചാണ്? 1 2 3 4 ഡോട്ട്സ്. അടുത്തത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് സർക്കിളിൽ എത്ര ഡോട്ടുകൾ യോജിപ്പിച്ചാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം. 1 2 3 4. നെക്സ്റ്റ്, ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ് ടു ഡ്രോ ഈച്ച് ഷേപ്പ്, റൈറ്റ് ദ നമ്പർ. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ് ടു ഡ്രോ ഈച്ച് ഷേപ്പ്, ഓരോ ഷേപ്പും വരയ്ക്കാനായിട്ട് എത്ര ഡോട്ടുകളാണ് യോജിപ്പിച്ചേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ദ നമ്പേഴ്സ്, ഓരോന്നിനും നമ്പർ എഴുതണം. ആദ്യത്തെ നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. റെക്റ്റാങ്കിളിൽ സ്ക്വയർ ഷേപ്പാണ്, അത് 12. അടുത്തത് ട്രയാങ്കിൾ 1 2 3 4 5 6 7 8 9 10 11 12, അതും 12.
നെക്സ്റ്റ് സർക്കിൾ 1 2 3 4 5 6 7 8. ഹൗ മെനി ഡോട്ട്സ് ആർ ഇൻസൈഡ് ഈച്ച് ഷേപ്പ്? ഓരോ ഷേപ്പിനും ഉള്ളിൽ എത്ര ഡോട്ട് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ദ നമ്പർ. 1 2 3 4 സ്ക്വയറിനുള്ളിൽ 4. അടുത്തത് ട്രയാങ്കിൾ 1 2 3 4, അതും 4 തന്നെയാണ്. നെക്സ്റ്റ് സർക്കിൾ 1 2 3 4. അടുത്ത നോക്കി, ലെറ്റ്സ് ഡ്രോ ഷേപ്സ്. അവിടെ ഷേപ്പുകൾ വരയ്ക്കാനായിട്ടാണ് താഴെ കുറേ ഡോട്ട്സുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വേണം നിങ്ങൾ പിക്ചർ വരയ്ക്കാൻ. ആദ്യത്തെ ഒരു റെക്റ്റാങ്കിളാണ്. ജോയിൻ 12 ഡോട്ട്സ് ടു ഡ്രോ ദീസ് ഷേപ്പ്. ഇവിടെ 12 കുത്തുകൾ യോജിപ്പിച്ച് അവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഡ്രോ ദിസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അതേപോലെ പല രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. ടു ഡ്രോ ദീസ് വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് ദാറ്റ് ഷുഡ് ബി ജോയിൻഡ്. അത് മിനിമം നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയൊരു സ്ക്വയർ വരയ്ക്കാനായിട്ട് അവിടെ എത്ര ഡോട്ടുകൾ കൂട്ടിച്ചേർക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം അവിടെ 4 എണ്ണം ഉണ്ടെങ്കിലാണ് ഏറ്റവും ചെറിയൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റുന്നത്. അടുത്തത് ഡ്രോ ദീസ് വിത്ത് 6 ഡോട്ട് ഇൻസൈഡ്. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഡ്രോ ദീസ് വിത്ത് 6 ഡോട്ട്സ് ഇൻസൈഡ്. അകത്ത് 6 കുത്തുകൾ വേണം. അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അടുത്തത് ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ജോയിൻ ഡോട്ട്സ് ടു ഡ്രോ ദിസ്. ഹൗ മെനി ഡോട്ട്സ് ആർ ജോയിൻഡ്. ഇങ്ങനെ വരയ്ക്കാനായിട്ട് എത്ര ഡോട്ടുകൾ യോജിപ്പിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു ഡ്രോ. അതേപോലെ തന്നെ ഏറ്റവും ചെറിയൊരു ട്രയാങ്കിൾ ഇതേ രീതിയിലുള്ളത് വരയ്ക്കാനായിട്ട് എത്ര ഡോട്ടുകൾ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ 4 എണ്ണം വേണം. അതേപോലെ ഇവിടെയും അത് 4 എണ്ണം. എന്നാൽ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് ഇവിടെ കണ്ടേക്കുന്നത് പോലെ 3 ഡോട്ടുകൾ കൂട്ടിച്ചേർത്താൽ മതി. അടുത്തത് നോക്കി, സീ ദ ഫിഗേഴ്സ് നമിത് മെയ്ഡ് യൂസിങ് ദീസ് ഷേപ്പ്. അവിടെ കുറച്ച് പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. അത് നമ്മുടെ നമിത്ത് റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും ഒക്കെ ചേർത്ത് വരച്ചിരിക്കുന്ന പിക്ചറുകളാണ്. റൈറ്റ് ദ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ഇൻ എ പിക്ചർ വിത്തിൻ ദാറ്റ് ഷേപ്പ് ബിലോ ദ പിക്ചർ. അതിൽ ഓരോന്നും എത്ര എണ്ണം വീതം ട്രയാങ്കിളും റെക്റ്റാങ്കിളും സർക്കിളും ഒക്കെ എത്ര എണ്ണം വീതം ഉണ്ടെന്ന് ആ ഒരു പിക്ചറിന് താഴെയുള്ള കോളങ്ങളിൽ ആ ഷേപ്പുകളുടെ ഉള്ളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കിയേ, അവിടെ റെക്റ്റാങ്കിൾ എത്ര എണ്ണം ഉണ്ട്, ട്രയാങ്കിൾ എത്ര ഉണ്ട്, സർക്കിൾ എത്ര എണ്ണം ഉണ്ടെന്ന് വേണം എഴുതാൻ. ആദ്യത്തെ നമ്മൾ കണ്ടു, ഇതാണ് റെക്റ്റാങ്കിൾ. അതപ്പം 1. ട്രയാങ്കിൾ അതിന് ചുറ്റുമുള്ളതാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അടുത്തത് സർക്കിൾ, അതും 1. രണ്ടാമത്തെ പിക്ചറിൽ അവിടെ ഒരു കിളിയുണ്ട്, ഒരു വീടുമുണ്ട്. 2 എണ്ണത്തിനകത്തൂടെ എത്ര എണ്ണം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ നോക്കാം. വീടിൻ്റെ വാതിലും അതിൻ്റെ ഭിത്തിയെല്ലാം ചേരുന്നതുകൊണ്ട് 1 2, പിന്നെ ആ കിളിയുടെ ഒരു വാലുണ്ട്. അങ്ങനെ നമുക്ക് 3 റെക്റ്റാങ്കിൾ കിട്ടും. അടുത്തത് ട്രയാങ്കിൾ. അത് പക്ഷിയുടെ ചിറകുണ്ട്, കൊക്കുണ്ട്, അതേപോലെ വീടിൻ്റെ മേൽക്കൂരയുണ്ട്. അപ്പോൾ 1 2 3 4. അടുത്തത് സർക്കിള് കിളിയുടെ ഇതിൽ തന്നെ 2 എണ്ണം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ബാക്കി ഓരോന്നും. ഇവിടെ ഒരു മരവും മലയും ഒക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് റെക്റ്റാങ്കിൾ 1 എണ്ണമാണുള്ളത്. പിന്നെ ട്രയാങ്കിൾ 2 എണ്ണമുണ്ട്. ട്രയാങ്കിൾ ഇവിടെ 2 എണ്ണമാണുള്ളത്. സർക്കിൾ നോക്കിയാൽ കാണാം 3 സർക്കിളുണ്ട്. അടുത്ത പിക്ചറിൽ സർക്കിൾ 1 ആണ്, ട്രയാങ്കിൾ 4 എണ്ണമുണ്ട്. അതിൻ്റെ അടുത്തത് റെക്റ്റാങ്കിൾ 1 എണ്ണമാണുള്ളത്, ട്രയാങ്കിൾ 4 എണ്ണമുണ്ട്. അടുത്തത് ട്രയാങ്കിൾ 4 എണ്ണമുണ്ട്, റെക്റ്റാങ്കിൾ 1 എണ്ണമേ ഉള്ളൂ. ഡ്രോ എ പിക്ചർ യൂസിങ് ദീസ് ഷേപ്സ്. ഈ ഷേപ്പുകളൊക്കെ ചേർത്ത്, ഏതൊക്കെയാണ്? റെക്റ്റാങ്കിളും ട്രയാങ്കിളും സർക്കിളും ചേർത്ത് ഒരു പിക്ചർ വരയ്ക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീ ഹൗ നമിത് ഈസ് എക്സസൈസിങ്. ഡ്രോ മാജസ്റ്റിക് ഫിഗേഴ്സ് ഓഫ് ഈച്ച് പിക്ചർ. ഇവിടെ നമിത്ത് എക്സസൈസ് ചെയ്യുകയാണ്. അവന് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഓരോ പിക്ചർ വരയ്ക്കാനായിട്ടാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തലയ്ക്ക് അവരെന്താ കൊടുത്തിരിക്കുന്നത്? സർക്കിൾ കൊടുത്തിട്ടുണ്ട്. തലയുടെ സ്ഥാനത്ത് സർക്കിളാണ്. ബാക്കിയെല്ലാം മാജസ്റ്റിക് പോലെ വേണം നമുക്ക് വരയ്ക്കാനായിട്ട്. കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചേക്കുക. അതേപോലെ ഇതും വരയ്ക്കണം.
പിന്നെ കൈ ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചേക്കുകയാണ്, കണ്ടോ. അടുത്ത നോക്കിയേ, റിബൺ ഫിഗർ. പേസ്റ്റ് കളേർഡ് പേപ്പർ റിബൺസ് ടു മേക്ക് ഡിഫറെൻറ്റ് ഫിഗേഴ്സ്. ഇത് കളർ പേപ്പർ ഉപയോഗിച്ച് വ്യത്യസ്ത രീതിയിലെ ഫിഗേഴ്സ് ഉണ്ടാക്കാനായിട്ടാണ് തന്നിരിക്കുന്നത്. അവിടെ ഒരു കാറിൻ്റെ പിക്ചറുണ്ട്, ഒരു ക്യാറ്റിൻ്റെ പിക്ചറും ഉണ്ട്. ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ? നിങ്ങളോട് അടുത്ത പിക്ചർ ഏതാണെന്ന് വരയ്ക്കാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം ഒരു ട്രയാങ്കിള്, രണ്ടാമത് 2 ട്രയാങ്കിള്, മൂന്നാമത് 3 ട്രയാങ്കിള്, അടുത്ത നാലാമത് എത്ര ട്രയാങ്കിൾ വരും? 4 ട്രയാങ്കിൾ വരും. ആദ്യം ഒരു ട്രയാങ്കിള്, പിന്നെ താഴോട്ടുള്ളൊരു ട്രയാങ്കിള്, വീണ്ടും മുകളിലോട്ടുള്ളൊരു ട്രയാങ്കിള്, വീണ്ടും താഴേക്കുള്ളൊരു ട്രയാങ്കിള്. അടുത്തത് ഈ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത്. ഇതിന് അടുത്തത് ഏതായിരിക്കും വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ സർക്കിൾ നോക്കിയാൽ അറിയാം, ഓരോ പിക്ചറിലും ഓരോ സൈഡിലേക്കാണ് സർക്കിൾ മാറുന്നത്. അത് ഈ മൂല, രണ്ടാമത് ഇവിടെ, മൂന്നാമത് ഇവിടെ, നാലാമത് ഇത് ഇവിടെ വരും സർക്കിൾ അവിടെ വരും. ട്രയാങ്കിൾ ആദ്യം ഇവിടെ ആയിരുന്നു, ട്രയാങ്കിള് ഈ സൈഡ് ഇങ്ങേ സൈഡ് വന്നു, ഇവിടെ വന്നു, ഇനി ഇവിടെ ട്രയാങ്കിൾ മുകളിൽ. അടുത്ത് നോക്കിയേ, ആ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൽ നെക്സ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ബ്ലാക്ക് ഡോട്ടുള്ളത് ഒന്നാമതായിരുന്നു, രണ്ടാമത്തെ പിക്ചറിൽ അത് രണ്ടാമതായി, മൂന്നാമതായി, അങ്ങനെ ആകുമ്പോൾ നാലാമതാകും. അപ്പോൾ ആ പിക്ചർ എങ്ങനെ വരും? ആദ്യം ട്രയാങ്കിൾ, അത് കഴിഞ്ഞ് സർക്കിൾ, അത് കഴിഞ്ഞ് റെക്റ്റാങ്കിൾ, അത് കഴിഞ്ഞ് ബ്ലാക്ക് ഡോട്ട്. നെക്സ്റ്റ് പിക്ചറിൽ ആ ഒരു ട്രയാങ്കിൾ ആദ്യം നേരെയായിരുന്നു, പിന്നെ വശത്തേക്കായി, പിന്നെ കുത്തനെയായി, അടുത്തത് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക്. പിന്നെ അവിടെ ഒരു പാട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ ഷേപ്സുകളെ കുറിച്ചുള്ളതാണ്. അതിൽ എല്ലാ ഷേപ്പുകളും, ഏതൊക്കെയാണ് ഷേപ്പുകളുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളത്? റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, സർക്കിള്, സ്ക്വയർ. പിന്നെ അതിൻ്റെ 3D ഷേപ്പുകൾ നമ്മൾ ഈ തവണ പഠിച്ചു. സർക്കിളിൻ്റെ 3D ഷേപ്പ് വരുന്നത് സിലിണ്ടർ, റെക്റ്റാങ്കിളിൻ്റെ 3D ഷേപ്പ് വരുന്നത് റെക്റ്റാങ്കുലർ പ്രിസം, ട്രയാങ്കിളിൻ്റെ വരുന്നത് ട്രയാങ്കുലർ പ്രിസം. പിന്നെ അടുത്തത് സ്ക്വയറിൻ്റെ ഏതാ? ക്യൂബ്. അങ്ങനെ ഈ 4 3D ഷേപ്സുകൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ മാത്സിൻ്റെ 2ാം യൂണിറ്റുമായിട്ട് അടുത്ത ദിവസം തന്നെ വരാം. ഓക്കെ, താങ്ക് യു.